Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങിയത് സർജറി ചെയ്യുന്ന 2 ഡോക്ടർമാരിൽ ഒരാൾ സ്ഥലം മാറിപ്പോവുകയും മറ്റൊരാൾ മാസങ്ങളായി ലീവിലായതും കാരണം. പഴയങ്ങാടി പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM മാടായി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം. വിമർശനം ഉന്നയിച്ചത് ജില്ലാ സെക്രട്ടറി MV ജയരാജനും ഏരിയ സെക്രട്ടറി V വിനോദും. എല്ലാ നേതാക്കൾക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വമായിരുന്നു സതീശൻ പാച്ചേനിയുടേതെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. മികച്ച നേതാവായിട്ടും പാർട്ടിയിൽ ഉന്നതിയിലെത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും മാർട്ടിൻ ജോർജ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കണ്ണൂർ താലൂക്ക് തല സ്റ്റോർ മാട്ടൂലിൽ ആരംഭിച്ചു. പദ്ധതി അവശ്യ സാധനങ്ങളും സേവനങ്ങളും ചെറു ബാങ്കിംഗ് ഇടപാടുകളും ഒറ്റ കേന്ദ്രത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങി. ബൈപ്പാസ് സർജറി ചെയ്യുന്ന 2 ഡോക്ടർമാരിൽ ഒരാൾ സ്ഥലം മാറിപ്പോവുകയും മറ്റൊരാൾ മാസങ്ങളായി ലീവിലായതുമാണ് ബൈപ്പാസ് സർജറികൾ മുടങ്ങാൻ കാരണമായത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും നടപടികളില്ല. ബൈപ്പാസ് സർജറി ചെയ്യുന്ന 2 ഡോക്ടർമാരിൽ ഒരാൾ സ്ഥലം മാറിപ്പോകുകയും മറ്റൊരാൾ മാസങ്ങളായി ലീവിലുമായതാണ് ബൈപ്പാസ് സർജറികൾ മുടങ്ങാൻ കാരണമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഇപ്പോൾ ചുരുക്കം ചില ആൻജിയോപ്ലാസ്റ്റികളും ആൻജിയോഗ്രാമും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പുതിയ ഡോക്ടർമാരെ നിയമിക്കാതെ ശസ്ത്രക്രിയകൾ ആരംഭിക്കാൻ കഴിയില്ലെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾക്കായുള്ള ബൈപ്പാസ് സർജറി നടക്കുന്ന ഏക സർക്കാർ മെഡിക്കൽ കോളേജായ ഇവിടെ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള രോഗികളും എത്തുന്നുണ്ട്. നിരവധി പേരാണ് ശസ്ത്രക്രിയകൾക്കായി ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നത്. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഉള്ളതു കാരണം നൂറുകണക്കിന് ആളുകളാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി എത്തുന്നത്. ഇൻഷുറൻസ് പദ്ധതികൾ ഇല്ലാത്തവർക്ക് പോലും താങ്ങാനാകുന്ന ചെലവ് മാത്രമേ ഇവിടെ ബൈപ്പാസ് ശസ്ത്രക്രിയകൾക്ക് വേണ്ടിവരുന്നുള്ളൂ. ഡോക്ടർമാരില്ലാതായതോടെ എല്ലാം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പഴയങ്ങാടി പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM മാടായി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം. പരിപാടി ഉദ്ഘാടനം ചെയ്ത CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജനും മാടായി ഏരിയ സെക്രട്ടറി V വിനോദും സംസാരിച്ചത് പോലീസിനെതിരെയായിരുന്നു. പഴയങ്ങാടി പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM മാടായി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം പരിപാടി ഉദ്ഘാടനം ചെയ്ത CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജനും മാടായി ഏരിയ സെക്രട്ടറി V വിനോദും സംസാരിച്ചത് പോലീസിന് എതിരായി തന്നെ. പഴയങ്ങാടി SI രൂപ മധുസൂദനന്റെ പേരെടുത്തു പറഞ്ഞാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അയോധ്യയിലേക്ക് പോകുമ്പോൾ കരിങ്കൊടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസ് ചാവേറുകൾക്ക് ധൈര്യമുണ്ടാകുമോ എന്നും അതിനായി അങ്ങോട്ട് പോകാൻ പഴയങ്ങാടി SIക്ക് ഒരു ഡെപ്യൂട്ടേഷൻ എടുത്തു തരാൻ തയ്യാറാണെന്നും MV ജയരാജൻ കുറ്റപ്പെടുത്തി. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം കേരള സർക്കാർ നടത്തിയ നവകേരള സദസ് ബഹിഷ്കരിച്ച് ചാവേറുകളെ അയച്ച് കുഴപ്പമുണ്ടാക്കി എന്നത് മാത്രമല്ല, ആ കോൺഗ്രസ്
രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ ഒരു മുഖ്യമന്ത്രിയെ അയക്കുന്ന പാർട്ടിയായി നാണം കെട്ടിയിരിക്കുകയാണ് എന്റെ ചാവേർ കോൺഗ്രസ്. ഈ കേരളത്തിൽ നിങ്ങൾക്ക് ആ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി പോകുന്ന വണ്ടിയുടെ മുമ്പാകെ ചാവേറായി ഒന്ന് നിൽക്കാൻ പറ്റുമോ? പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്കുണ്ടായ പാളിച്ചയാണ് നവകേരള സദസ്സിന് പിന്നീട് കളങ്കമായി തീർന്നത്. അതിൽ തൊപ്പിയിട്ട പോലീസും തൊപ്പിയിടാത്ത പോലീസും തുല്യ പങ്കാണ് വഹിച്ചതെന്നും ഏരിയ സെക്രട്ടറി വി വിനോദ് പറഞ്ഞു. സംവിധാനം എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്ന് ഉയർന്ന പോലീസ് തലത്തിലും ഭരണതലത്തിലും അന്വേഷിക്കണം. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അതിന് പകരം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ സംരക്ഷകരായി മാറിയിട്ടുള്ള സർക്കാരിന്റെ പോലീസ് നയങ്ങൾക്ക് എതിരായാണ് പോലീസിലെ ചിലരുടെ പ്രവൃത്തി. അതാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കല്യാശ്ശേരിയിൽ കണ്ടത്. മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ്സിനു നേരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് ചാവേറുകൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കഥ മറിച്ചായേനെ. അപ്പോൾ അപകടം പറ്റാതിരിക്കാൻ സ്വാഭാവികമായും ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയത് രക്ഷാപ്രവർത്തനം തന്നെയാണെന്നും ജയരാജൻ ഉറപ്പിച്ചു പറഞ്ഞു. ഒ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. എം വിജയൻ MLA, കെ പത്മനാഭൻ, PP ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇതര രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വമായിരുന്നു സതീശൻ പാച്ചേനിയുടേതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. സതീശൻ പാച്ചേനിയുടെ ജന്മദിനത്തിൽ മൂരിക്കോവൽ ആനന്ദാശ്രമത്തിൽ പാച്ചേനി സുഹൃത്ത് സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ആത്മാർത്ഥതയും സത്യസന്ധതയും കണക്കിലെടുത്താൽ സതീശൻ പാച്ചേനി പാർട്ടിയിൽ ഉയരങ്ങളിൽ എത്തേണ്ടിയിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഇതര രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. സതീശൻ പാച്ചേനിയുടെ ജന്മദിനത്തിൽ മൂരിക്കോവൽ ആനന്ദാശ്രമത്തിൽ പാച്ചേനി സുഹൃത്ത് സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സതീശൻ പൊതുസമൂഹത്തിനും രാഷ്ട്രീയ പ്രവർത്തകർക്കും കാണിച്ചു കൊടുത്തു. തൻ്റെ പ്രസ്ഥാനത്തോടുള്ള അചഞ്ചലമായിട്ടുള്ള കൂറ്, തൻ്റെ ഹൃദയശുദ്ധി, ത്യാഗസന്നദ്ധത, തൻ്റെ ഒരു നിഷ്കളങ്കത, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, നിരവധി മൂല്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലും രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മുന്നിലും അവതരിപ്പിച്ചുകൊണ്ടാണ് സതീശൻ പ്രവർത്തിച്ചത്. ആ ജീവിതം എല്ലാവരുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമായിട്ട് ഉണ്ട്. എല്ലാവരും മനസ്സിലാക്കിയിരുന്നു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ രജിത്ത് നാറാത്ത്, AP നാരായണൻ, MK രാജൻ, KK ഫൽഗുനൻ, A രൂപേഷ്, KP മോഹനൻ എന്നിവർ സംസാരിച്ചു. സതീശൻ പാച്ചേനിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കണ്ണൂർ താലൂക്ക് തല K-സ്റ്റോർ ഉദ്ഘാടനം മാട്ടൂലിൽ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. അവശ്യ സാധനങ്ങളും സേവനങ്ങളും ചെറു ബാങ്കിംഗ് ഇടപാടുകളും ഒറ്റ കേന്ദ്രത്തിൽ ലഭിക്കുന്ന K-സ്റ്റോർ മാട്ടൂലിൽ സജ്ജമായി. മാട്ടൂൽ സൗത്തിലെ വേലിക്കാത്ത നിസാറിന്റെ ലൈസൻസിലുള്ള റേഷൻ കടയിലാണ് K-സ്റ്റോർ ആരംഭിച്ചത്. 10,000 രൂപ വരെ ഇടപാട് നടത്താൻ കഴിയുന്ന മിനി ബാങ്കിംഗ് സംവിധാനം, വൈദ്യുതി ബിൽ, വാട്ടർ ബിൽ ഉൾപ്പെടെയുള്ള യൂട്ടിലിറ്റി പേയ്മെന്റ് എന്നിവ നടത്താനാകും. മൊബൈൽ DTH റീചാർജ്, ഇലക്ട്രിസിറ്റി, ഫോൺ, വെള്ളം ബിൽ പേയ്മെന്റ്, ട്രെയിൻ, ബസ് ടിക്കറ്റ് ബുക്കിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ്, ജനനമരണ സർട്ടിഫിക്കറ്റ്, കെട്ടിട ഭൂനികുതികൾ, മണി ട്രാൻസ്ഫർ, ഫോട്ടോസ്റ്റാറ്റ്, കളർ പ്രിന്റിംഗ്, എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ, +1 പോളി, ഡിഗ്രി, PG അപേക്ഷകൾ, പരീക്ഷാഫലങ്ങൾ, ഹാൾ ടിക്കറ്റ് തുടങ്ങി നിരവധി സേവനങ്ങൾ ഇതുവഴി ലഭ്യമാകും. കുറഞ്ഞ നിരക്കിൽ 5 കിലോഗ്രാം തൂക്കമുള്ള പാചകവാതക കണക്ഷൻ, ശബരി, മിൽമ ഉൽപ്പന്നം, ചെറുകിട സംരംഭങ്ങളുടെയും കുടുംബശ്രീ എന്നിവയുടെയും
കേരള ക്ലേസ് ആൻഡ് സെറാമിക് ലിമിറ്റഡിന്റെയും വിവിധ ഉൽപ്പന്നങ്ങളും കെ സ്റ്റോറുകളിൽ ലഭിക്കും. എം വിജിൻ MLA കെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. C അശോകൻ, ഇസ്മിറ, രഞ്ജിനി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സിനിമാ കമ്പനിയുടെ പേരിൽ 28 ലക്ഷം രൂപ തട്ടിയെടുത്ത് വഞ്ചിച്ചതായുള്ള പരാതിയിൽ പരിയാരം പോലീസ് കേസെടുത്തു. ആലപ്പുഴ ചമ്പക്കുളത്തെ ഷിബു, ജോമോൾ ഷിബു എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. സിനിമാ കമ്പനിയിൽ പങ്കാളിയാക്കാമെന്ന് വിശ്വസിപ്പിച്ച കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് 4 വരെയുള്ള തീയതികളിൽ 28,60,000 രൂപ തട്ടിയെടുത്ത് വഞ്ചിച്ചു എന്ന പരാതിയിലാണ് കേസെടുത്തത്. പരിയാരം സ്റ്റേഷൻ പരിധിയിലെ യുവതിയുടെ പരാതിയിലാണ് ആലപ്പുഴ ചമ്പക്കുളത്തെ ഷിബു, ജോമോൾ ഷിബു എന്നിവർക്കെതിരെ പരിയാരം പോലീസ് കേസെടുത്തത്. പരാതിക്കാരിയുടെ ഭർത്താവിനെ പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള സിനിമാ കമ്പനിയിൽ പാർട്ണറാക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. 28,60,000 രൂപ പ്രതികളുടെ ചമ്പക്കുളത്തെ ബാങ്ക് അക്കൗണ്ടിലൂടെ കൈപ്പറ്റിയിരുന്നു. തുടർന്ന് വാഗ്ദാനം ചെയ്ത പാർട്ണർഷിപ്പോ തട്ടിയെടുത്ത പണമോ നൽകാതെ വഞ്ചിച്ചു എന്നാണ് പരാതി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂരിലെ കോൺഗ്രസ് നേതൃത്വം എന്നോട് കാണിച്ചത് വിശ്വാസവഞ്ചനയാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് മുൻ പ്രസിഡന്റും മുതിർന്ന നേതാവുമായ കെ ശ്രീധരൻ. തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീധരനെ പാർട്ടിയിൽ നിന്ന് DCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്ത സംഭവത്തെ തുടർന്ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ബാങ്കിൽ നോമിനേഷൻ കൊടുത്ത 4 പേരിൽ ഒരാളാണ് താനെന്നും തൃക്കരിപ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ വർക്കേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ നിലവിലുള്ള പ്രസിഡന്റ് സ്ഥാനവും ഡയറക്ടർ സ്ഥാനവും രാജിവെച്ചാണ് ഫാർമേഴ്സ് ബാങ്കിൽ കോൺഗ്രസ് പ്രതിനിധിയായി മത്സരരംഗത്തിറങ്ങിയതെന്നും കെ ശ്രീധരൻ പറഞ്ഞു. എന്നാൽ ഈ തീരുമാനങ്ങളെല്ലാം അട്ടിമറിച്ച് ചില നേതാക്കന്മാരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. മത്സരരംഗത്തുള്ള എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളും ലൈസൻ കമ്മിറ്റി അംഗങ്ങളുമടങ്ങുന്ന സംയുക്ത യോഗത്തിൽ പാർട്ടി നിർദ്ദേശപ്രകാരം താൻ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനുശേഷമാണ് തന്നെ നിർദ്ദേശിച്ചയാളെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് പാർട്ടി ലിസ്റ്റ് തിരുത്തിയത്. പാർട്ടിയിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും ബാങ്ക് പ്രവർത്തനങ്ങളിൽ നിന്നും തന്നെ മാറ്റി നിർത്തുക എന്ന ചിലരുടെ അജണ്ടയാണ് നടപ്പിലാക്കുന്നതെന്നുള്ള ആരോപണമാണ് കെ ശ്രീധരൻ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചത്. ആ 35 പേർ പങ്കെടുത്തതിൽ 22 പേരും നിലവിലുള്ള ഭരണസമിതി അംഗങ്ങൾ തുടരാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ്. 7 പേരാണ് തുടരണമെന്ന് അഭിപ്രായപ്പെട്ടത്. സ്വാഭാവികമായും അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് സബ് കമ്മിറ്റി ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ഞാനടക്കം രാജേന്ദ്രടക്കം 5 ആൾ പേര് വന്നു. ആ 5 സബ് കമ്മിറ്റി അംഗങ്ങളുടെ പേര് വന്നപ്പോൾ അവിടെ നിന്ന് ചർച്ച വന്നു. രാജേന്ദ്രൻ നിലവിലുള്ള മെമ്പറാണ്, അതുകൊണ്ട് ഇദ്ദേഹം നിലവിലുള്ള മെമ്പറായതുകൊണ്ട് സബ് കമ്മിറ്റിയെ തുടരാൻ പാടില്ല. അങ്ങനെയാണ് രാജേന്ദ്രനാണ് PV കണ്ണൻ മാസ്റ്ററുടെ പേര് നിർദ്ദേശിച്ചത്. അപ്പോൾ ആ PV കണ്ണൻ മാസ്റ്ററുടെ പേര് രാജ്യത്തിൻ്റെ പാലമുണ്ടാകും. RJD, കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നീ കക്ഷികളുടെ നേതൃത്വത്തിലുള്ള സഹകരണ മുന്നണിയാണ് കാലങ്ങളായി ബാങ്ക് ഭരിച്ചു വരുന്നത്. 12 പേരടങ്ങുന്ന ഭരണസമിതിയാണ് ബാങ്കിൽ. ഇതിൽ ഓരോ കക്ഷിക്കും 4 വീതം സീറ്റുകളാണുള്ളത്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി 5 പേർ രംഗത്തെത്തിയതാണ് തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങിയത്. വിഷയത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നേതാക്കന്മാരുടെ അലസമായ സമീപനമാണ് ഇതിനൊക്കെ കാരണമെന്ന് ചില നേതാക്കന്മാരിലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ആരോപണമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നഗരസഭയിൽ കെ സ്മാർട്ട് വഴി ആവശ്യക്കാർക്കുള്ള സേവനം ആരംഭിച്ചു. കെ സ്മാർട്ട് വഴി രജിസ്റ്റർ ചെയ്തവർക്കുള്ള സർട്ടിഫിക്കറ്റും റെസീറ്റും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത കൈമാറി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സേവനങ്ങൾ ഓൺലൈൻ വഴി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് പയ്യന്നൂർ നഗരസഭയിലും ആരംഭിച്ചു. കെ സ്മാർട്ട് വഴി നഗരസഭയിൽ ആദ്യം വിവാഹം രജിസ്റ്റർ ചെയ്ത ദമ്പതികളായ നിജിൽ ബാബു, K ഗോപിക എന്നിവർക്ക് വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും K സതീഷ് എന്നിവർക്ക് റെസീപ്റ്റും നൽകി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ സേവനങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സുതാര്യമായും വളരെ വേഗത്തിലും ജനങ്ങൾക്ക് എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്ന കെ സ്മാർട്ട് പദ്ധതിയുടെ ഭാഗമായിട്ട് പയ്യന്നൂർ നഗരസഭയിലും എല്ലാ സേവനങ്ങളും ഓൺലൈനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷൻ T വിശ്വനാഥൻ, കൗൺസിലർ A രൂപേഷ്, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, ക്ലീൻ സിറ്റി മാനേജർ AV മധുസൂദനൻ, സൂപ്രണ്ട് A ആന്റണി എന്നിവർ സംസാരിച്ചു.
കെ സ്മാർട്ട് ഫെസിലിറ്റേറ്റർമാരായ കെ ശരത്ത്, എം വിജേഷ്, മനു, പി ടി രജിന, കെ പി മക്കിഷ, കെ ശ്രുതി, കെ എം ഷീജ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കൃഷിഭവന്റെ സഹകരണത്തോടെ മണിയറ വയൽ പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗത്തിന് തുടക്കം. സാമ്പത്തിക ലാഭവും അധ്വാനക്കുറവുമുണ്ടെന്നതാണ് ഈ നാനോ വളപ്രയോഗത്തിന്റെ പ്രത്യേകത. പയ്യന്നൂർ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് ഡ്രോൺ ഉപയോഗിച്ച് സൂക്ഷ്മ മൂലകക്കൂട്ടായ സമ്പൂർണ്ണ മൾട്ടിമിക്സ് പാടശേഖരങ്ങളിൽ തളിച്ചത്. ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തുമ്പോൾ കേവലം 8 മിനിറ്റ് കൊണ്ട് ഒരേക്കർ സ്ഥലത്ത് വരെ വളപ്രയോഗം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് സാമ്പത്തിക ലാഭവും അധ്വാനക്കുറവും ഉണ്ടാക്കുമെന്ന് കർഷകരും പറയുന്നു. 2 ദിവസം കൊണ്ട് 12 ഹെക്ടറോളം സ്ഥലത്താണ് മണിയറ വയലിൽ വളപ്രയോഗം നടത്തുക. കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിന്റെ ആദ്യഘട്ടമായാണ് ഡ്രോൺ വളപ്രയോഗം. തൊഴിലാളി ക്ഷാമം, കൃഷിച്ചെലവ് കുറക്കുക, അതുവഴി കൃഷി ആദായകരമാക്കി മാറ്റി കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളും ഇതിനു പിന്നിലുണ്ട്. ഡ്രോൺ വഴി വളപ്രയോഗം നടത്തുമ്പോൾ വളം പാഴായി പോകാതെ കൃത്യമായി ചെടികളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നതിനാൽ മികച്ച വിളവ് ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മോട്ടോർ മേഖലയെയും തൊഴിലാളികളെയും ദുരിതത്തിലാക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ പ്രതിഷേധം. പയ്യന്നൂരിൽ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മോട്ടോർ മേഖലയെയും തൊഴിലാളികളെയും തീരാദുരിതത്തിലാക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പയ്യന്നൂരിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. പ്രകടനത്തിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുയോഗം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. VK ബാബുരാജ് അധ്യക്ഷനായി. UV രാമചന്ദ്രൻ, U നാരായണൻ, P കുഞ്ഞികൃഷ്ണൻ, PV പത്മനാഭൻ, KV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടിയുടെ ജനകീയ ഉത്സവം ജനുവരി 7-ന് സമാപിക്കും. സാംസ്കാരിക സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പഴയങ്ങാടിയിൽ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 20-ന് ആരംഭിച്ച പഴയങ്ങാടിയുടെ ജനകീയ ഉത്സവം 7ാം ഫെസ്റ്റ് ജനുവരി 7-ന് ഞായറാഴ്ച സമാപിക്കും. ദിവസേന 100 കണക്കിന് ആളുകളാണ് ഫെസ്റ്റ് കാണാൻ എത്തുന്നത്. റോബോട്ടിക് അനിമൽ, അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് ഫെസ്റ്റ്, കലാപരിപാടികൾ എന്നിവ മേളയുടെ മുഖ്യ ആകർഷകമാണ്. ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിനിമാ താരം സുധീർ കരമന വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് ഫാസില ബാനു അവതരിപ്പിക്കുന്ന മൊഞ്ചുള്ള പാട്ടുകൾ അരങ്ങേറും. P ഗോവിന്ദൻ, OV നാരായണൻ, KN ഗീത, KP അനിൽകുമാർ, PK വിശ്വനാഥൻ, M ചന്ദ്രശേഖരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ മാരാർജി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അടിയന്തരാവസ്ഥ പോരാളികളെ ആദരിച്ചു. മാരാർജി മന്ദിര പരിസരത്ത് നടന്ന പരിപാടി RS കണ്ണൂർ വിഭാഗ് പര്യാവരണ സംയോജക് TO രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ മാരാർജി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് അടിയന്തരാവസ്ഥ പോരാളികളെ ആദരിച്ചത്. മാരാർജി മന്ദിര പരിസരത്ത് നടന്ന പരിപാടി RSS കണ്ണൂർ വിഭാഗ് പര്യാവരണ സംയോജക് TO രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ച് ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. 16ഓളം സമരഭടന്മാരെയാണ് ആദരിച്ചത്. അന്നത്തെ ഏറ്റവും വലിയ നിയമങ്ങളൊക്കെ സാധാരണ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് തുറങ്കിൽ അടക്കപ്പെട്ടുകൊണ്ട് പിന്നീട് നമുക്കറിയാം നമ്മുടെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരിൽ പലരും തന്നെ ക്രൂരമായ മർദ്ദനങ്ങൾക്കും അതുപോലെയുള്ള വലിയ വലിയ ശിക്ഷകൾക്കൊക്കെ വശംവദരായിക്കൊണ്ട് പിന്നീട് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പല സന്ദർഭങ്ങളുമുണ്ട്. അടിയന്തരാവസ്ഥ സമരഭടന്മാർ അവരുടെ അനുഭവങ്ങളും പങ്കുവച്ചു. ചടങ്ങിൽ K ശശിധരൻ അധ്യക്ഷനായി. KV ലക്ഷ്മണൻ, A രാജീവൻ, TM നാരായണൻ, E രാമചന്ദ്രൻ, TP അമ്പുകുഞ്ഞി, C അമ്പു, TV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കല്യാശ്ശേരി ബ്ലോക്കിലുള്ള 8 പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത CRP-മാർക്ക് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ലക്പതി ദീദി പരിശീലനം സംഘടിപ്പിച്ചു. കുടുംബശ്രീ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് ലക്പതി ദീദി പദ്ധതി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കല്യാശ്ശേരി ബ്ലോക്കിലുള്ള 8 പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത CRP-മാർക്ക് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ലക്പതി ദീദി പരിശീലനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോർഡിനേറ്റർമാരായ കെ ആതിര, സി ജിഷ എന്നിവർ ക്ലാസ് കൈകാര്യം ചെയ്തു. സംഭവങ്ങൾ ചോദിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. CDS ചെയർപേഴ്സൺ ഇ വസന്ത, മെമ്പർ സെക്രട്ടറി ദിലീപ് പുത്തലത്ത്, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ ലിജിന, അനുശ്രീ എന്നിവർ പങ്കെടുത്തു. ഓരോ കുടുംബത്തിനും 1 വർഷം 1 ലക്ഷം വരുമാനം ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്താനാവശ്യമായ ഇടപെടലുകൾ അയൽക്കൂട്ടവും ADS-ഉം CDS-ഉം നടത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ കുടുംബശ്രീ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് NRLM വഴി നടപ്പിലാക്കുന്ന ലക്പതി ദീദി പദ്ധതി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ കോളേജ് കൊമേഴ്സ് അലുമിനി അസോസിയേഷൻ കോളേജിലെ 1ാം വർഷ BCom വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ വിതരണം ചെയ്തു. കോളേജിൽ വെച്ച് നടത്തിയ ചടങ്ങ് 2023 വർഷത്തെ നാടകരചനയ്ക്കുള്ള ഭരത് PJ ആന്റണി സ്മാരക ദേശീയ അവാർഡ് ജേതാവ് രാജ്മോഹൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. 2023 വർഷത്തെ നാടകരചനയ്ക്കുള്ള ഭരത് PJ ആന്റണി സ്മാരക ദേശീയ അവാർഡ് ജേതാവ് രാജ്മോഹൻ നീലേശ്വരം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊമേഴ്സ് വിഭാഗം തലവൻ ഡോക്ടർ P. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. അലുമിനി സെക്രട്ടറി PV ബിന്ദുമോൾ, വൈസ് പ്രസിഡന്റ് രമ്യ രാജേഷ്, പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ്, IQAC കോർഡിനേറ്റർ ഡോക്ടർ PR സ്വരൻ, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ PV പ്രേമവല്ലി, KP ശ്രീധരൻ, സജിത് പലേരി, പ്രൊഫസർ ജയരാജ്, പ്രൊഫസർ രാജഗോപാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കണ്ണൂർ നെഹ്റു യുവകേന്ദ്ര, കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, റെഡ് സ്റ്റാർ കോവൽ, കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കോവൽ പട്ടുവക്കാരൻ മന്ദിരത്തിൽ എയ്ഡ്സ് ബോധവൽക്കരണം ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. നെഹ്റു യുവകേന്ദ്ര പ്രോഗ്രാം സൂപ്പർവൈസർ TM അന്നമ്മയ്ക്ക് സ്നേഹോപഹാരം നൽകി. നെഹ്റു യുവകേന്ദ്ര, കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, റെഡ് സ്റ്റാർ കോവൽ, കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കോവൽ പട്ടുവക്കാരൻ മന്ദിരത്തിൽ എയ്ഡ്സ് ബോധവൽക്കരണ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു വാർത്ത ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. കാരണം 6 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ്, 6 മാസം പ്രായമുള്ള കുഞ്ഞ് എന്ന് പറഞ്ഞൊരു പൂവാണ് അല്ലേ. ഇതിനൊരു കൈ കൊണ്ട് തൊടാൻ പോലും നമുക്കൊരു ഭയമാണ്. കാരണം എന്തൊക്കെ വേദന പറ്റി പോവും അല്ലേ. അങ്ങനെയാണ്. ആ കുഞ്ഞിൻ്റെ തലയെടുത്തിട്ട് മുട്ടിലിടിച്ചിട്ട് കൊലപ്പെടുത്തിയ ഒരു സമൂഹം കേരളത്തിൽ ഒരാളുണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങനെ ചിന്തിക്കാൻ പറ്റും? നിങ്ങൾ നോക്കണം. നമ്മളെ കേരളത്തിൻ്റെ ഒരു പോക്കിൻ്റെ ഒരു ചെറിയ സൂചനകളാണ് ഞാൻ സൂചിപ്പിച്ചത്. നെഹ്റു യുവകേന്ദ്ര പ്രോഗ്രാം സൂപ്പർവൈസർ TM അന്നമ്മ അധ്യക്ഷത വഹിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ICTC കൗൺസിലർ ക്ലിൻസി വർഗീസ് എയ്ഡ്സ് ബോധവൽക്കരണം എന്ന വിഷയത്തിലും, കണ്ണൂർ റൂറൽ സൈബർ സെൽ ഹവിൽദാർ ഷിജു N സൈബർ ലോകം എന്ന വിഷയത്തിലും, പയ്യന്നൂർ ആയുർവേദ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK പ്രീത നമ്മുടെ ആരോഗ്യം എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു. A. നിശാന്ത്, സിന്ധു പടോളി, V. നിഖിൽ, U. സുരേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഓണക്കുന്ന് തൊട്ടിച്ചാൽ ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്ത് ജനുവരി 6, 7 തീയതികളിൽ നടത്താനിരുന്ന മുത്തപ്പൻ വെള്ളാട്ട മഹോത്സവം ജനുവരി 12, 13 തീയതികളിലേക്ക് മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങിയത് സർജറി ചെയ്യുന്ന 2 ഡോക്ടർമാരിൽ ഒരാൾ സ്ഥലം മാറിപ്പോവുകയും മറ്റൊരാൾ മാസങ്ങളായി ലീവിലായതും കാരണം. പഴയങ്ങാടി പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM മാടായി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം. വിമർശനം ഉന്നയിച്ചത് ജില്ലാ സെക്രട്ടറി MV ജയരാജനും ഏരിയ സെക്രട്ടറി V. വിനോദും.
എല്ലാ നേതാക്കൾക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വമായിരുന്നു സതീശൻ പാച്ചേനിയുടേതെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. മികച്ച നേതാവായിട്ടും പാർട്ടിയിൽ ഉന്നതിയിലെത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും മാർട്ടിൻ ജോർജ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കണ്ണൂർ താലൂക്ക് തല സ്റ്റോർ മാട്ടൂലിൽ ആരംഭിച്ചു. പദ്ധതി അവശ്യ സാധനങ്ങളും ഈ സേവനങ്ങളും ചെറു ബാങ്കിംഗ് ഇടപാടുകളും ഒറ്റ കേന്ദ്രത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.